Welcome to Plus 2 Physics regular classes. 1. First class. Electrostatics. ഇപ്പോൾ ഞാൻ നേരത്തെ ഇലക്ട്രോസ്റ്റാറ്റിക്സിൻ്റെ ഒക്കെ വളരെയേറെ പോസ്റ്റിങ്സ് ഇട്ടിട്ടുണ്ട്, വളരെയേറെ ചോദ്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് ഇംഗ്ലീഷിലും മലയാളത്തിലും പല പോസ്റ്റിങ്ങുകളിലാണ്. ഇനി നമുക്ക് റെഗുലറായിട്ട് ഓരോരോ സെക്ഷനായിട്ട് കവർ ചെയ്യാം റെഗുലർ സ്റ്റുഡൻസിന്. ആദ്യം ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഫിനിഷ് ചെയ്യുന്നു, ഒരു സീരീസ് ഓഫ് പോസ്റ്റിങ്സ്. എന്നിട്ട് അടുത്ത സെക്ഷനിലേക്ക് കയറാം. ആദ്യം നമുക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള പോസ്റ്റിങ്സ് കാണുന്നത് പരിശോധിക്കാം, സബ്സ്ക്രൈബ് ചെയ്ത് കാണാം താല്പര്യമുള്ളവർക്ക്. ഞാൻ നിർബന്ധിക്കുന്നൊന്നുമില്ല. ഈ ഇലക്ട്രിക് ചാർജ് അതെന്ത് മാങ്ങാത്തുരിയെങ്കിലും ആയിക്കോട്ടെ, അങ്ങനൊരു സംഗതിയുണ്ട്. അതിൻ്റെ ഒറിജിനൊന്നും ഇപ്പോഴും വ്യക്തമല്ല. ചാർജ് എങ്ങനെ ജനറേറ്റഡായി, എല്ലാ എനർജി ഫോമാണ്, എനർജിയുടെ രൂപാന്തരങ്ങളാണ്. പക്ഷെ അത് വ്യക്തമായിട്ടുള്ള തിയറി ഇപ്പോഴും ഫോം ചെയ്തിട്ടില്ല. നമുക്കറിയാവുന്നതിൽ ഇപ്പോഴത്തെ നിലവാരത്തിൽ സ്വതന്ത്രമായിട്ട് സ്ഥിരമായിട്ടും സ്വതന്ത്രമായിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ചെറിയ ചാർജാണ് ഇലക്ട്രോൺ ചാർജ്. ചാർജിൻ്റെ യൂണിറ്റ് കുളംബ് എന്ന് പറയും. ഇലക്ട്രോൺ ചാർജ് 1.6 × 10⁻⁻19 കുളംബ്. ഇതിൻ്റെ പോസിറ്റീവ് ചാർജാണ് പ്രോട്ടോണിലുള്ളത്. ഈ ഇലക്ട്രോൺ തന്നെ ഇതിനെ സബ് ഡിവൈഡ് ചെയ്തിട്ട് ക്വാർക്സ് തിയറിയൊക്കെ ഉണ്ട്. ക്വാർക്ക്, അപ്പ് ക്വാർക്ക്, ഡൗൺ ക്വാർക്ക്, ഇതിൻ്റെ പല ക്വാർക്കുകളുടെ കോമ്പിനേഷനാണ് ഇലക്ട്രോൺ പ്രോട്ടോൺ ചാർജ് എന്നുള്ള സിദ്ധാന്തങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ സ്വതന്ത്രമായിട്ട് നിൽക്കുന്നതും സ്ഥിരമായിട്ട് നിൽക്കുന്നതുമായ ഫ്രീ എക്സിസ്റ്റൻസ് ഉള്ള ഏറ്റവും ചെറിയ ചാർജ് ഇലക്ട്രോൺ ചാർജ്, അത് നെഗറ്റീവ് ചാർജാണ്. അതുകൊണ്ട് ഒരു വസ്തുവിൽ എക്സസ് ആയിട്ട് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ മറ്റെവിടെ നിന്നെങ്കിലും ഒരു വസ്തുവിൽ അതിൽ ആവശ്യത്തിൽ കൂടുതൽ ഇലക്ട്രോൺസ് അതിലുണ്ട്, അത് നെഗറ്റീവ്ലി ചാർജ്ഡാണെന്ന് പറയും. അതിൻ്റെ ക്വാണ്ടിറ്റി ഓഫ് ചാർജ് അതിൽ എക്സസ് ആയിട്ടുള്ള ഇലക്ട്രോണിൻ്റെ ചാർജ്, ആൻഡ് ദാറ്റ് ഈസ് സെഡ് ടു ബി നെഗറ്റീവ്ലി ചാർജ് ഓർ നെഗറ്റീവ്ലി ഇലക്ട്രിഫൈഡ് എന്ന് പറയാം. ഒരു വസ്തുവിന് ഇലക്ട്രോൺസ് കുറേ നഷ്ടപ്പെടുന്നുവെങ്കിൽ അത്രയും ആ അളവിലുള്ള പോസിറ്റീവ് ചാർജ് ആ വസ്തുവിൽ നിൽക്കും. അപ്പോൾ അത് പോസിറ്റീവ്ലി ചാർജ് ആണെന്ന് പറയും, ഓർ പോസിറ്റീവ്ലി ഇലക്ട്രിഫൈഡ് ആണെന്ന് പറയും. ഇതിൽ ഒരു ഇലക്ട്രോൺ, 2 ഇലക്ട്രോൺ, 3 ഇലക്ട്രോൺ, ഇങ്ങനെ ഇലക്ട്രോൺ മുറിക്കാൻ പറ്റില്ല. നമ്മുടെ ഈ കോമൺ അറിവ് വെച്ചുകൊണ്ട് ഇലക്ട്രോൺ മുറിക്കുന്ന സന്ദർഭം ഇവിടെ ഇപ്പോൾ ഉണ്ടാവുന്നില്ല. ഞാൻ പറഞ്ഞു, ഫ്രീ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന ചാർജ് ഏറ്റവും ചെറുതായിട്ടുള്ള ഇലക്ട്രോണാണ്. അപ്പോൾ ഇലക്ട്രോണിൻ്റെ ഇൻറ്റീജർ മൾട്ടിപ്പിൾസ് ആയിട്ട് ഒരു വസ്തുവിൽ ചാർജ് പ്ലസ് ആയാലും മൈനസ് ആയാലും ഉണ്ടാകും. അപ്പോൾ n ഇലക്ട്രോൺസ് ഒരു വസ്തുവിൽ എക്സസ് ആയിട്ട് നമ്മൾ കൊടുത്താൽ അതിൻ്റെ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി, അതിൻ്റെ ചാർജ്, ആ വസ്തുവിൻ്റെ ചാർജ് -n × E. n ഇലക്ട്രോൺസ് അതിൽ നിന്നും പുറത്തേക്ക് മാറ്റിയാൽ അതിൻ്റെ നെറ്റ് ഇലക്ട്രിസിറ്റി ഓർ ഇലക്ട്രിക് ചാർജ് +n × E. അപ്പോൾ ഒന്നുകിൽ 10 ഇലക്ട്രോൺസ്, 10 ലക്ഷം ഇലക്ട്രോൺസ്, ഇപ്പോൾ 1.5 ഇലക്ട്രോൺ ഒരു വസ്തുവിൽ നിന്ന് നമുക്കെടുത്ത് മാറ്റാൻ അത് കൊടുക്കാനോ പറ്റില്ല. അപ്പോൾ ഇൻറ്റീജർ മൾട്ടിപ്പിൾസ് ആയിട്ട് ഒരു വസ്തു, ഇലക്ട്രോൺ ചാർജിൻ്റെ ഇൻറ്റീജർ മൾട്ടിപ്പിൾസ് ആയിട്ട് ഒരു വസ്തുവിലെ ചാർജ് നിൽക്കും. ഈ പ്രിൻസിപ്പിളിനാണ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് എന്ന് പറയുന്നത്. ചാർജ് എക്സിസ്റ്റ്, ചാർജ് ഇൻ an electrified body is an integer multiple of electronic charge, that is Q equals plus or minus n × E, where n equals 1, 2, 3, 4, etc. integers. ഇനിയാണ് ക്വാണ്ടൈസേഷൻ റൂൾ എന്ന് പറയുക. അത് ഇലക്ട്രിക് ചാർജിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്.
ഇനി മാസിൽ ഇതുപോലെ ന്യൂക്ലിയസിന് വെളിയിൽ ഒക്കെ നമ്മൾ നമ്മുടെ പഠനം ഫോക്കസ് ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് രണ്ട് ഫോഴ്സാണ് നമുക്ക് പ്രകൃതിയിൽ അനുഭവപ്പെടുന്നത്, ഗ്രാവിറ്റേഷനും ഇലക്ട്രിക് ഫോഴ്സ്. ഇതിൽ ഇലക്ട്രിക് ഫോഴ്സ് ഗ്രാവിറ്റേഷൻ സർവ്വവ്യാപിയാണ്. പക്ഷേ ഇലക്ട്രിക് ഫോഴ്സ് വളരെ ശക്തിയുള്ള, ഗ്രാവിറ്റി വളരെ വീക്കുമാണ് എന്നറിയാം. ഈ ഇലക്ട്രിക് ഫോഴ്സ് ഉണ്ടാവുന്നത് ഈ നെറ്റ് ഇലക്ട്രിഫൈഡ് ബോഡീസ് തമ്മിലാണ്. രണ്ട് പോസിറ്റീവ്ലി ലൈക്ക് ചാർജസ് വിൽ റിപ്പൽ ഈച്ച് അതർ ആൻഡ് അൺലൈക്ക് ചാർജസ് അട്രാക്ട് ഈച്ച് അതർ. ഗ്രാവിറ്റിയിൽ അട്രാക്ഷൻ മാത്രമേ ഉള്ളൂ. ഇനി ഇതിൻ്റെ സിമിലാരിറ്റീസൊക്കെ വ്യത്യാസങ്ങളും ഒക്കെ നമ്മൾ ചർച്ച ചെയ്യും. ഇതിൽ ഈ ചാർജ് ഒരു വസ്തുവിന് കൊടുക്കുക, അതിപ്പോൾ ഇലക്ട്രോൺ പുറത്തോട്ട് എടുത്തിട്ടോ അല്ല ഇലക്ട്രോൺ അങ്ങോട്ട് കൊടുത്തിട്ടോ ഒക്കെ ആവാം. അത് ബേസിക്കായിട്ട് എങ്ങനെ നടക്കുന്നു എന്ന് നോക്കാം. നമുക്കറിയാം, ഇലക്ട്രോൺ ഒരു വസ്തുവിൽ ഇലക്ട്രോൺസ് അതിൽ ആറ്റമായിട്ട് ബന്ധപ്പെട്ട നിൽക്കുന്നത്. അതിന് ഡീറ്റെയിൽസ് ഒന്നും നമുക്കിപ്പോൾ ആവശ്യമില്ല. ഓർബിറ്റിൽ കറങ്ങുന്നു, ന്യൂക്ലിയസിന് ചുറ്റും നമുക്ക് പഠിച്ചിട്ടുണ്ട്. അതിൽ ചില വസ്തുക്കളിലെ ഇലക്ട്രോൺസ് ആറ്റങ്ങളുമായിട്ട് അത്ര ഗാഢമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാവില്ല, വീക്ക്ലി ബൗണ്ടായിരിക്കും. എസ്പെഷ്യലി ഈ വാലൻസ് ഷെല്ലിലെ ഇലക്ട്രോണിൻ്റെ കാര്യം പറയാം. മറ്റ് ചില വസ്തുക്കളിൽ വാലൻസ് ഇലക്ട്രോൺസ് അതിൻ്റെ ന്യൂക്ലിയസുമായിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് ബന്ധിപ്പിച്ചിരിക്കും. അപ്പം ഇങ്ങനെയുള്ള രണ്ട് വസ്തുക്കൾ കോണ്ടാക്റ്റിൽ കൊണ്ടുവരുമ്പോൾ വീക്ക്ലി ബൗണ്ട് ഇലക്ട്രോൺസ് ഉള്ള വസ്തുവിൽ നിന്നും സ്ട്രോങ്ലി ബൗണ്ട് ഇലക്ട്രോൺസ് ഉള്ള വസ്തുവിലേക്ക് ഇലക്ട്രോൺ ഒന്ന് മാറാനുള്ള ഒരു പ്രവണത കാണിക്കും. അപ്പോൾ അതിൽ വീക്കായിട്ട് ബൗണ്ട് ചെയ്ത വസ്തുവിന് ഇലക്ട്രോൺസ് കുറച്ച് നഷ്ടപ്പെടും കോണ്ടാക്റ്റിൽ വെക്കുമ്പോൾ. സ്ട്രോങ് ആയിട്ട് ബൗണ്ട് ചെയ്ത ഇലക്ട്രോൺസ് ഉള്ള വസ്തു ഈ ഇലക്ട്രോൺസിനെ പിടിച്ചെടുക്കുകയും ചെയ്യും. അപ്പോൾ അത് നെഗറ്റീവ്ലി ചാർജ് ആവും, മറ്റേത് പോസിറ്റീവ്ലി ചാർജ് ആവും. ഇത് ഇലക്ട്രിഫിക്കേഷൻ ബൈ കോണ്ടാക്റ്റ് എന്ന് പറയുന്നത്. ഇതിൽ ഈ കോണ്ടാക്റ്റ് ഏരിയ പൊതുവെ കുറവായിരിക്കും. കാരണം ഈ ഒരു സർഫസും എക്സ്ട്രീംലി സ്മൂത്ത് അല്ല. പ്രൊജക്ഷൻസൊക്കെ ഉണ്ട്, അത് നിങ്ങൾ ഫ്രിക്ഷൻ പഠിച്ചപ്പോൾ ഒക്കെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ കോണ്ടാക്റ്റ് ഏരിയ വളരെ കൂടുതലായിരിക്കില്ല, ഈ പ്രൊജക്ഷൻസും ഒക്കെ ഉള്ളത് റഫായതും. പക്ഷേ റബ്ബ് ചെയ്താൽ, രണ്ട് വസ്തുക്കൾ പരസ്പരം റബ്ബ് ചെയ്യുമ്പോൾ കൂടുതൽ ഏറിയ കോണ്ടാക്റ്റിൽ വരിക. അപ്പോൾ ഈ ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ് കൂടുതൽ നടക്കും. അതുകൊണ്ടാണ് രണ്ട് വസ്തുക്കൾ റബ്ബ് ചെയ്യുമ്പോൾ ഒന്ന് പോസിറ്റീവ്ലി ഇലക്ട്രിഫൈഡ് ആകും, ദി അതർ ബിക്കംസ് നെഗറ്റീവ്ലി ഇലക്ട്രിഫൈഡ്. ഫോർ എക്സാമ്പിൾ, ഗ്ലാസ്സിനെ സിൽക്ക് കൊണ്ട് റബ്ബ് ചെയ്യുമ്പോൾ ഗ്ലാസ്സിൽ നിന്നും ഇലക്ട്രോൺ സിൽക്കിലേക്ക് കയറും. അപ്പോൾ ഗ്ലാസ് ബിക്കംസ് പോസിറ്റീവ്ലി ചാർജ്ഡ് ആൻഡ് സിൽക്ക് ബിക്കംസ് നെഗറ്റീവ്ലി ചാർജ്ഡ്. അപ്പോൾ ഈ റബ്ബ് ചെയ്യുമ്പോൾ കൂടുതൽ ചാർജ് ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് പോകാനുള്ള കാരണം കോണ്ടാക്റ്റ് ഏരിയ കൂടുന്നു എന്നുള്ളതാണ്. വെറുതെ ടച്ച് ചെയ്ത് വെച്ചാലും ചെറിയൊരളവിൽ ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ് നടക്കും, വീക്ക്ലി ബൗണ്ട് ടു സ്ട്രോങ്ലി ബൗണ്ട് മെറ്റീരിയൽ. ഇതിൽ എത്ര പോസിറ്റീവ് ചാർജ് ഒരു വസ്തുവിന് കിട്ടുന്നോ അതിൻ്റെ അർത്ഥം അത്രയും നെഗറ്റീവ് ചാർജ് അതിന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ചാർജ് ഒരിടത്തും ക്രിയേറ്റഡ് ആവുന്നില്ല, ഒരിടത്തും ഡിസ്ട്രോയിഡ് ആവുന്നില്ല, ഒരു റീഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നതേ ഉള്ളൂ. രണ്ട് വസ്തുക്കൾ തമ്മിൽ ബന്ധപ്പെടുമ്പോൾ അതിലെ ഇലക്ട്രോൺസ് ഒന്ന് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നു. ഒന്നിന് ഇലക്ട്രോൺസ് നഷ്ടപ്പെടാം, അതേ അളവിൽ ഇതിന് മറ്റേതിൽ ഇലക്ട്രോൺസ് കുറവുണ്ടാകുന്നു, അല്ലെ അതിന് ഇക്വലൻ്റായിട്ട് പോസിറ്റീവ് ചാർജ് ഡെവലപ്പ്. സോ സിസ്റ്റം or in any process, charge cannot be destroyed nor created. This principle is known as, or this property is known as, law of conservation of electric charge. അപ്പോൾ സിൽക്ക് കൊണ്ട് ഗ്ലാസ്സിനെ റബ്ബ് ചെയ്യുമ്പോൾ
സിൽക്ക് നെഗറ്റീവ്ലി ചാർജ് ആവും, ഗ്ലാസ് റോഡ് പോസിറ്റീവ്ലി ചാർജ് ആകും. ദിസ് ഈസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദി പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ്. അതേസമയം സിൽക്കിൽ കിട്ടുന്ന നെഗറ്റീവ് ചാർജ് -n × E, ഗ്ലാസ് റോഡിൽ ഉണ്ടാകുന്ന ചാർജ് +n × E. ദാറ്റ് ഈസ് ഗവേൺഡ് ബൈ ക്വാണ്ടൈസേഷൻ റൂൾ ഓഫ് ചാർജ്. അപ്പോൾ രണ്ട് പ്രിൻസിപ്പിളും അവിടെ ഇൻവോൾവ്ഡാണ് ഈ പ്രോസസ്സിൽ. ഇലക്ട്രിഫിക്കേഷൻ ബൈ ഫ്രിക്ഷൻ. ഇനി ഗ്രാവിറ്റിക്ക് ഇലക്ട്രിക് ചാർജ് എന്താ? മാസ് കൊണ്ടാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നത്. മാസ് കൂടിയ വസ്തുക്കളാണെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടും. ദാറ്റ് ഈസ് given by Newton's law of gravitation. F equals Gm1m2/r². There is an inverse square law, കാരണം ഡിനോമിനേറ്ററിൽ r² വരുന്നുണ്ട്. ഇതുപോലെ രണ്ട് ചാർജസ് തമ്മിൽ ഇവിടെ അട്രാക്ഷനും ഉണ്ടാവാം, റിപ്പൽഷനും ഉണ്ടാകാം. ഈ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൽഷൻ അത് കുളംബ്സ് ലോ എന്നറിയപ്പെടും. Force between two charges, Q1 Coulomb and Q2 Coulomb, separated by a distance r, is given by F equals 1/4πε0 into Q1 Q2/r². അവിടെ ഗ്രാവിറ്റിയിലെ ജിക്ക് പകരം ഇവിടെ വരുന്ന ഒരു കോൺസ്റ്റൻ്റാണ് 1/4πε0. ഇത് ഇൻവേഴ്സ് സ്ക്വയർ ലോയാണ്, ഗ്രാവിറ്റിയുടെ കൂട്ടത്തിന്. അവിടെ m1 m2 വരെ, ഇവിടെ Q1 Q2. ചാർജ് ക്വാണ്ടൈസ്ഡാണ്, പക്ഷേ മാസ് ക്വാണ്ടൈസ്ഡ് ആയിട്ട് ഇതുവരെ നമുക്ക് വ്യക്തമായ തെളിവൊന്നുമില്ല. അത് ഡിഫറൻസാണ്. അത് നമുക്കൊന്ന് ക്വസ്റ്റ്യൻ ആൻസർ ഫോമിൽ ഞാൻ ഡിസ്കസ് ചെയ്യും. ഇതിൽ ε0 എന്ന് പറയുന്നത് ഫ്രീ സ്പേസിൽ ചാർജ് ഇരിക്കുമ്പോഴുള്ള കേസായത്. ഫ്രീ സ്പേസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാത്ത സ്പേസ്, ലൈറ്റും ഇല്ല, ഒരു തരം റേഡിയേഷനും ഇല്ല, പാർട്ടിക്കിൾസും ഇല്ല, ഒന്നുമില്ല, സങ്കല്പമാണ് നമുക്ക്. അപ്പോൾ ഫ്രീ സ്പേസ് പൊതുവെ നമുക്ക് വാക്യൂം ഒക്കെ ഫ്രീ സ്പേസിന് ഇക്വലൻ്റായിട്ട് എടുക്കാൻ സാധിക്കും. വാക്യത്തിൽ കൂടെ ലൈറ്റ് കടന്നു പോകുമ്പോൾ അത് ഫ്രീ സ്പേസ് അല്ല. ഒന്നുമില്ലാത്ത വസ്തുക്കൾ, കുറ്റാക്കുറ്റിരുട്ട, ഒന്നുമില്ല, അങ്ങനെയുള്ള സ്പേസാണ് ഫ്രീ സ്പേസ്. അതൊരു മോഡൽ സ്പേസാണ് ഫിസിക്സുകാർക്ക്. ആ ഫ്രീ സ്പേസിൻ്റെ ഒരു ഇലക്ട്രിക്കൽ കോൺസ്റ്റൻ്റ് ε0, അതിൻ്റെ വാല്യൂ 10⁻⁹ യൂണിറ്റ് ഫാരഡ് പെർ മീറ്റർ, FARAD, ഫാരഡ് പെർ മീറ്റർ എന്നാണ് ഇതിൻ്റെ യൂണിറ്റ്. ഇത് സിംപ്ലിഫൈ ചെയ്താൽ 8.85 × 10⁻12 ഫാരഡ് പെർ മീറ്റർ എന്ന് വരും. ഇത് ε0യുടെ വാല്യൂ 1/4πε0 എന്ന് പറയുന്ന 1/4π × 10⁻⁹ ഇത് സിംപ്ലിഫൈ ചെയ്താൽ 9 × 10⁻9 എന്ന് വരും. ചുരുക്കത്തിൽ ഫ്രീ സ്പേസിൽ രണ്ട് ചാർജസ് ഇരിപ്പുണ്ടെങ്കിൽ അത് തമ്മിലുള്ള ഫോഴ്സ് F equals 9 × 10⁻9 × Q1 Q2/r² എന്നങ്ങ് പറയാം. ഇതിൽ മറ്റേതെങ്കിലും മീഡിയത്തിൽ ഈ ചാർജസ് എടുത്തു വെച്ചാൽ ഫോഴ്സ് അങ്ങ് മാറും. നമുക്കറിയാം, എയറിൽ വെച്ച് രണ്ട് കൈ തമ്മിൽ കൂട്ടിയടിക്കുമ്പോൾ ഉള്ള ബലം ഉണ്ടാവില്ല വെള്ളത്തിനുള്ളിൽ മുക്കി വെച്ചുകൊണ്ട് കൈ തമ്മിലടിച്ചാൽ. അപ്പോൾ പല കേസിൽ ഫോഴ്സ് സറൗണ്ടിങ് മീഡിയത്തിനെ ആശ്രയിച്ചിരിക്കും. ഇലക്ട്രിക് ഫോഴ്സ് ആ സ്വഭാവം കാണിക്കുന്നുണ്ട്. എയറിൽ ഫ്രീ സ്പേസിലിരിക്കുന്ന രണ്ട് ചാർജ് തമ്മിലുള്ള ഫോഴ്സ് അല്ല, അത് മറ്റെന്തെങ്കിലും ഒരു മീഡിയത്തിലെടുത്ത് വെച്ചാൽ. ഇപ്പോൾ വെള്ളത്തിലോട്ട് എടുത്ത് വെച്ചാൽ ഈ എയറിലെ ഫ്രീ സ്പേസിലെ ഫോഴ്സിൻ്റെ 80% കുറയും ഫോഴ്സ്, ഇതേ ഡിസ്റ്റൻസിൽ ഇതേ ചാർജ് വെച്ചാൽ. അപ്പോൾ സറൗണ്ടിങ് മീഡിയം ഒരു പ്രധാന ഘടകമാണ് ഇവിടെ. അത് നമ്മൾ പിന്നീട് ഉടനെ തന്നെ ചർച്ച ചെയ്യും. ഇപ്പോൾ ഫ്രീ സ്പേസിൻ്റെ സവിശേഷതയെ പറയുന്നത്. ഇനി ഒരു കുളമ്പ് ചാർജ് Q1 ഉം Q2 ഓരോ കുളമ്പാണ്. ഇപ്പോൾ ഈ Q1 രണ്ടും പ്ലസ് ആണെങ്കിൽ, അല്ല രണ്ടും മൈനസ് ആണെങ്കിൽ, ഇതിനെ റിപ്പൽ ചെയ്യും ഇങ്ങോട്ട്, ഇതിനെ റിപ്പൽ ചെയ്യും, രണ്ടും അകന്ന് മാറും. അതാ റിപ്പൾഷൻ. അപ്പോൾ ഒന്നിൽ രണ്ടും പ്ലസ്
അല്ലെ രണ്ടും മൈനസ്. ഈ രണ്ട് കേസിൽ എഫ് ഓരോന്നിലും കിട്ടുന്ന ഫോഴ്സ് എവേ ഫ്രം ദി അതർ, റിപ്പൽഷൻ എന്ന് പറയും. ഒന്ന് പ്ലസും ഒന്ന് മൈനസും ആണ്. ഈ രണ്ട് ഫോഴ്സും ഇതിനെ അടുപ്പിക്കുന്ന വിധത്തിലാണ്. ഇതിനെ ഇങ്ങോട്ട് വലിച്ചടുപ്പിക്കും, ഇത് ഇങ്ങോട്ട് വലിച്ചടുക്കുന്നത്. ദറ്റ് ഈസ് അട്രാക്ഷൻ. ഇത് ഓരോന്നും ഓരോ കുളമ്പ് ഫോഴ്സാന്നിരിക്കട്ടെ. അങ്ങനെയെങ്കിൽ അത് ഒരു മീറ്റർ അകലത്തിൽ ഒരു കുളമ്പ് ചാർജ് ഉള്ള രണ്ട് വസ്തുക്കൾ ഒരു മീറ്റർ അകലത്തിൽ വെച്ചാൽ അത് തമ്മിലുള്ള ഫോഴ്സ് എഫ് ഈക്വൽസ് 9 × 10⁹ × 1 × 1/1². ദറ്റ് ഈസ് 9 × 10⁹ ന്യൂട്ടൺ എന്ന്. അത് കുഞ്ഞുകളിയല്ല, അതിഭയങ്കരമായ ഫോഴ്സാണ്. 9 × 10⁹ ന്യൂട്ടൺ എന്ന് പറയാൻ ഏതാണ്ട് 10 ലക്ഷം ടണ്ണ് ഭാരം ആണ്. 10 ലക്ഷം ടണ്ണ് ഭാരമുള്ളൊരു വസ്തുവിൻ്റെ വെയ്റ്റിന് തുല്യ അത്. അപ്പോൾ രണ്ട് വസ്തുക്കളിൽ ഓരോന്നിലും ഓരോ കുളമ്പ് ചാർജുണ്ട്. ഇത് തമ്മിൽ ഒരു മീറ്റർ അകലത്തിൽ ഒന്നി പ്ലസ് ചാർജും മറ്റേത് മൈനസ് ചാർജുമാണ്. എങ്കിൽ ഒരു മീറ്റർ അകലത്തിൽ ഇവരിയ്ക്കുമ്പോൾ ഇത് തമ്മിൽ ചാടിപ്പിടിക്കും, അട്രാക്റ്റ് ചെയ്യും. ഇവരെ സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ, പിടിച്ചകത്തണമെങ്കിൽ 10 ലക്ഷം ടണ്ണ് ഭാരം ഉയർത്താൻ വേണ്ട ബലം നമ്മൾ പ്രയോഗിക്കണം. അപ്പോൾ ഒരു ന്യൂട്ടൺ എന്ന് പറയുന്നത് ഈ ഭയങ്കരമായ ക്വാണ്ടിറ്റി ഓഫ് ചാർജ്. അപ്പോൾ കുളമ്പ് എന്ന് പറയുന്ന യൂണിറ്റ് വളരെ വലിയ യൂണിറ്റാണ്. അതുകൊണ്ട് തന്നെ മില്ലി കുളമ്പ്, മൈക്രോ കുളമ്പ്, നാനോ കുളമ്പ്, ഇങ്ങനെ ചെറിയ ചെറിയ സബ് യൂണിറ്റുകൾ ആണ് നമ്മൾ സാധാരണഗതിയിൽ കൈകാര്യം ചെയ്യുകയും ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യുക. ഇനിയും ഇതിൻ്റെ കാര്യങ്ങളും ക്വസ്റ്റ്യൻസും മറ്റു കാര്യങ്ങളും അടുത്ത് വരുന്ന ഫ്രീക്വൻ്റായിട്ട് പോസ്റ്റിങ്സ് വരും. നമുക്ക് റെഗുലറായിട്ട് ചർച്ച ചെയ്യാം. താങ്ക് യു.